ഇതെന്താ? ഇതിന്റെ കണ്ണുകൾ ഇങ്ങനെ ഇരിക്കുന്നത്? ഇത് കാഴ്ചയിൽ വനത്തിലെ മറ്റു മൃഗങ്ങളെ പോലെയല്ലല്ലോ. സർവനാശം. ഇത് മാന്ത്രികനായ ഒരു രാക്ഷസനാണ്. ഇതിനെ വധിച്ചില്ലെങ്കിൽ പിന്നെ ആരും തന്നെ ഇവിടെ ഉണ്ടാകില്ല. ഈ ഗർത്തം വളരെ ആഴമുള്ളതാണ്. രാജകുമാരിക്ക് എന്തെങ്കിലും മുറിവ് പറ്റിയിട്ടുണ്ടാവുമോ? ഇതെന്താ മിത്രമേ? അവിടെ എന്താ ചെയ്യുന്നത്? മിത്രം ജലത്തിൽ കഴിയുകയാണോ? ഇത്രയും ആഴത്തിൽ ഒരു മാലാഖയെ പോലെ ഇരിക്കുന്നത് എന്തിനാ? സത്യം പറയണം, നാം കൃത്യസമയത്ത് സൂചന നൽകിയില്ലേ? ആ മൃഗം അത് രക്ഷപ്പെട്ടു. നിങ്ങൾക്കുണ്ടായിരുന്ന പ്രതിസന്ധി അകന്നു. ഇനി ആശങ്ക വേണ്ട. നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഈ വേഷവും നോക്കൂ, നെറ്റിയിലെ തിലകവും പിന്നെ കയ്യിലെ മോതിരം കണ്ടില്ലേ? ഇതൊക്കെ കാണുമ്പോ രൂപനഗരത്തിലെ അതായത് രാജകുടുംബത്തിലുള്ളവരാന്ന് തോന്നും. നീ കാഴ്ചയിൽ ഒരു മോഡനാണെന്ന് തോന്നിക്കും, എന്നാൽ നീ അത്രയും മോഡനല്ല. മോഡൻ? അതെ, നാം തന്നെയാണ് രൂപനഗരത്തിന്റെ ഭാവി രാജാവ്, കുമാരദേവൻ. അങ്ങാണോ കുമാരദേവൻ? നമ്മോട് ക്ഷമിച്ചാലും നമുക്കങ്ങേ തിരിച്ചറിയാനായില്ല. അങ്ങീ വനത്തിൽ വന്നതുകൊണ്ടാണ് ഈ പ്രതിസന്ധിയിൽ അകപ്പെട്ടത്. എന്നാൽ നാം നിങ്ങൾക്ക് വാക്ക് നൽകുന്നു, ഇനി ഇങ്ങനൊരു പ്രതിസന്ധി അങ്ങേക്കുണ്ടാവില്ല. നാമും അഭിരാജൻ നിങ്ങൾ ഇരുവരെയും പൂർണ്ണ സുരക്ഷയോടുകൂടി ഒരു പ്രതിസന്ധിയുമില്ലാതെ മാന്ത്രിക കവചത്തിനരികിൽ എത്തിക്കുന്നതാണ്. ശരിക്കും അകത്ത് വരെ? നമ്മുടെ ജ്യേഷ്ഠത്തി, നിങ്ങളുടെ സഹോദരി ബോധം പോയി ഗർത്തത്തിൽ വീണതാണ്. നിങ്ങളുടെ സഹോദരി ബോധം പോയി ഗർത്തത്തിൽ വീണതാണ്. അങ്ങ് ആശങ്കപ്പെടരുത്. അങ്ങയുടെ സഹോദരിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. ഞങ്ങളുടെ പ്രാണൻ രക്ഷിച്ചതിന് നന്ദി പറയുകയാണ്. ഇത് നിനക്കുള്ള പുരസ്കാരമാണ്. അങ്ങ് നമ്മോട് ക്ഷമിച്ചാലും, എന്തെന്നാൽ നമുക്കങ്ങയുടെ ഈ പുരസ്കാരം സ്വീകരിക്കാനാവില്ല. നിങ്ങളെ രക്ഷിക്കുക എന്നത് നമ്മുടെ കർത്തവ്യമാണ്. നാം നമ്മുടെ കർത്തവ്യം മാത്രമാണ് പാലിച്ചത്. അതെ. അല്ല, നീ കേവലം ഒരു സാധാരണ മനുഷ്യന്റെ ജീവനല്ല രക്ഷിച്ചത്. നീ ഇപ്പോൾ രക്ഷിച്ചിരിക്കുന്നത് രൂപനഗരത്തിന്റെ ഭാവി രാജാവായ കുമാരദേവനെയാണ്.